ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ റിനോവേഷൻ പ്രോജക്റ്റിൻ്റെ വീക്ക് 5 ആണ്. വീക്ക് 5 എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വോൾ സ്കിം ചെയ്തായിരുന്നു. അപ്പം ബാക്കി കുറച്ച് ഈ മുറിയുടെ തന്നെ, അതായത് ഈ വോളും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വോളും ഞാനൊന്ന് സ്കിം ചെയ്യുകയാണ് ഒന്നാമത്തെ ടാസ്ക്. സ്കിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സീലിങ്ങിലൊന്ന് പ്രൈമർ അടിക്കണം. എന്നിട്ട് ഫസ്റ്റ് മിസ്റ്റ് കോട്ട് അടിച്ചിട്ട് ഒരു ലെയർ പെയിൻ്റ് അടിക്കണം. ഇത്രയാണ് ഞാൻ ഈ വീക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. ഈ സ്കിം ചെയ്യാൻ എനിക്ക് ഒത്തിരി ടൈം എടുക്കും. ഇപ്പം എത്രത്തോളം കംപ്ലീറ്റ് ആകുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ബോൾ തീരെ ലെവലല്ല. നിങ്ങൾക്കിവിടെ നോക്കിയാൽ ഗ്യാപ്പ് ഉണ്ടോ? നല്ല ഗ്യാപ്പാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെ ബഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇവർ ഇടയ്ക്ക് പൊങ്ങിയിരിക്കുകയും താഴെയാണ്. ഒട്ടും ലെവലല്ല. ബട്ട് ഞാൻ അത് നോക്കുന്നില്ല. ഇവിടാണ് നമ്മൾ വലിയൊരു ഹോള് ബോണ്ടിങ് കോട്ടിട്ട് ചെയ്തത്. വീക്ക് 4 നിങ്ങൾ കണ്ടു കാണും. അപ്പം വീക്ക് 5 ഇതിൻ്റെ പുറത്ത് സ്കീം ചെയ്ത് അത്യാവശ്യം ഒരു ലെവൽ ചെയ്യുകയെന്നേ ഉള്ളൂ. അപ്പോൾ പെർഫെക്ഷൻ കിട്ടത്തില്ല. പെർഫെക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം ഇളക്കി ബാക്ക് ടു ബ്രിക്ക് ചെയ്തിട്ട് ഇതുപോലെ ബോണ്ടിങ് കോട്ട് ചെയ്യണം. അതിനുള്ള സമയമില്ല. അതിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ വോളിൽ പ്ലാസ്റ്റർ ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ 2 കോട്ട് PV ഇതിൽ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ അത് 2 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ PV ഞാനിപ്പം അപ്ലൈ ചെയ്യുകയാണ്. ഇത് ഞാനിപ്പം 1:1 തന്നെയാണ്, വെള്ളത്തിൻ്റെ ഏകദേശം അളവിൽ തന്നെ PV ഇടുകയാണ്. കാരണം നമുക്ക് നല്ല സ്റ്റിക്കി ആയിട്ട് വേണം, ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ പറ്റത്തില്ല. ഇവർ 1:4 എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്ര ഒട്ടലില്ല. അപ്പം ഞാൻ ഇത് ഏകദേശം 1:1 തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പം നല്ല സ്റ്റിക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്നാണ്. ആ സമയത്ത് നല്ല ഒട്ടൽ കിട്ടും. അന്നേരം നേരെ അങ്ങ് പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ PVയുടെ കൺസിസ്റ്റൻസി ഞാൻ ഈ ഒരു ടൈപ്പ് കൺസിസ്റ്റൻസിയിൽ അപ്ലൈ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ബോണ്ടിങ് പ്ലാസ്റ്ററിൻ്റെ മേളിൽ ഇടണമെന്നില്ല, എന്നാലും ഞാൻ തൽക്കാലം ഇടുക. ഇവിടെ ഇവർ ഓൾറെഡി പണ്ടെങ്ങാണ്ട് ചെറിയ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്കിം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്കിം കോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മൊത്തത്തിലൊന്ന് ഏതായാലും ഇപ്പോൾ ഒന്ന് ഇടുവാണ്. കാരണം കഴിഞ്ഞ ഹോളിൽ ഇതുപോലെ ഒരു ദിവസം മുമ്പ് ഞാൻ PV അപ്ലൈ ചെയ്തിട്ട് വലിയ എഫക്റ്റ് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. കണ്ണിലൊന്നും വീഴാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ടാസ്കിൽ കണ്ണാടി ഉപയോഗിച്ച് PV അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ നിങ്ങളുടെ വലിയ റോളർ വല്ലതും ഉണ്ടെങ്കിൽ അതിട്ട് പെട്ടെന്ന് റോൾ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ PV അപ്ലൈ ചെയ്തൊരു 40-45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ വോളിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്കിം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ സൈഡ് ചെയ്തപ്പം കുറച്ച് പാടായിട്ടാണ് തോന്നിയത്. കുറച്ച് വക്കകളെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡ് പെട്ടെന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു കോട്ട് ചെയ്തിട്ട് ഞാൻ നേരെ തൊട്ടപ്പുറത്തൊരു വലിയ വോളുണ്ട്. അപ്പം അങ്ങോട്ടാണ് പിന്നെ ഞാൻ അത് ചെയ്യാൻ പോയത്. കാരണം നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് മറ്റേ വോളിലേക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ എടുക്കുന്ന പ്ലാസ്റ്റർ മിക്സാണ്. ഇത് വലിയ വോളാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ വോള് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫുൾ ചാക്ക് തന്നെ വേണം. അപ്പോൾ നമ്മളൊരു പകുതിക്ക് വെച്ചിട്ട് വേണം കംപ്ലീറ്റ് ചെയ്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ അത് ഫസ്റ്റ് കോട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന, അതായത് ആ വോൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കി. അതുകൊണ്ട് എനിക്കത് ഫുള്ള് ഞാൻ എടുത്തേക്കുന്ന പ്ലാസ്റ്റർ അതിന് തികഞ്ഞില്ല. അപ്പം എനിക്ക് രണ്ടാമത് പിന്നെയും പോയി പ്ലാസ്റ്റർ മിക്സ് ചെയ്യേണ്ട വന്നു. മനസ്സിലായില്ലേ? അപ്പം അതൊരു മിസ്റ്റേക്കാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതായത് നമ്മളൊരു പകുതിയോ അല്ലെങ്കിൽ ഒരു 60, ഈ വോളിൻ്റെ ഒരു 70% ഫുള്ള് പ്ലാസ്റ്റർ ചെയ്യാനുള്ള, സ്കിൻ കോട്ട് ചെയ്യാനുള്ളതേ എൻ്റെ കയ്യിലുള്ളായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റർ നമ്മൾ അങ്ങനെ ചെയ്ത് ആ വോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പകുതിക്ക് വെച്ച് വേണം ചെയ്യാമായിരുന്നു. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് 3-4 സ്റ്റെപ്പ് ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് നമ്മൾ
ഇതിൽ ഒരു ഫസ്റ്റ് കോട്ട് സ്കിം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വെറ്റ് റൗൾ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം പിന്നെയും വെറ്റ് റൗൾ ചെയ്യാൻ. അപ്പം ഈ വെറ്റ് റൗൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ചെറുതായിട്ട് കളർ വ്യത്യാസം വരുന്നത് കണ്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഫസ്റ്റ് കോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ അപ്പത്തേനും മേളിലൊന്നും അപ്ലൈ ചെയ്തിട്ടുമില്ല. ഇത് വലിയ വോളാണ്, നിങ്ങൾ അത്യാവശ്യം നല്ല വലിയ വോളാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിക്ക് വെച്ച് വേണം ചെയ്യാൻ. ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാൻ, അതായത് നമ്മൾ എടുക്കുന്ന പ്ലാസ്റ്റർ വെച്ചിട്ട് ഒരു പോർഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ അടുത്ത പ്രാവശ്യം മുതൽ നോക്കും. ഈ പ്രാവശ്യം എനിക്കത് അത്രയും ഐഡിയ കിട്ടിയില്ല. ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ല, ഒരു ലെഫ്റ്റ് സൈഡിൽ മൊത്തം പ്ലാസ്റ്റർ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സെക്കൻഡ് സ്കിം കോട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ മുകളിൽ തന്നെ എടുത്ത് സെക്കൻഡ് കോട്ട് സ്കിം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് സ്പീഡും കൂടെ വേണം. ഇത് ഇത്രയും വലിയ ബോളൊക്കെ ആകുമ്പോൾ ചെയ്യാൻ അത്യാവശ്യം സ്പീഡും കൂടെ വേണം, അല്ലെങ്കിൽ നടക്കത്തില്ല. ഞാൻ കുറേ സമയം എടുത്തു. അതുകൊണ്ടാണ് അതായത് 1 മണിക്കൂറിന് മുകളിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് സെറ്റാവും. 2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. കാരണം 110 മിനിറ്റാണ് എൻ്റെ സെറ്റിംഗ് ടൈം. ഏകദേശം ആ ടൈം ആകുമ്പോഴാണ് ഈ കളർ മാറി വരുന്നത്. പിന്നെ നമ്മുടെ മിക്സിങ്ങിനെയും ബാധിക്കും. അതായത് നമ്മുടെ വെള്ളം ക്ലീൻ അല്ലെങ്കിൽ ആ പഴയ വെള്ളം അതിനകത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് സെറ്റിംഗ് ടൈം പെട്ടെന്ന് അത് സെറ്റാവും. പിന്നെ കാലാവസ്ഥയും നല്ല വെയിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വെറ്റ് റൗൾ, അതായത് ഇനിയും കുറച്ച് വെള്ളം അവിടെ സ്പ്രേ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് സ്മൂത്ത് ചെയ്യാനാണ് നോക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ മറ്റേ വോൾ ചെയ്തതിനെക്കാട്ടിലും സ്മൂത്തായിട്ടാണ് ഇപ്പം ചെയ്യുന്ന വോൾ വന്നേക്കുന്നത്. അത്യാവശ്യം എനിക്ക് അത് നല്ല രീതിയിൽ വെറ്റ് റൗൾ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഏകദേശം ഇതിപ്പം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കെങ്ങാണ്ട് തുടങ്ങിയതാണ്. ഇപ്പം വൈകുന്നേരം ആയി. അതായത് ഈ വോള് തീരുമ്പം തന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ദിവസമാണ് ഞാൻ ഈ ജനൽ പിന്നെ സ്കിം കോട്ട് ചെയ്യാൻ തുടങ്ങിയത്. രാവിലെ തുടങ്ങി. ഇത് ഈ കുറച്ച് ഏറിയേ ഉള്ളെങ്കിലും നല്ല മൂലകളെല്ലാം ഒത്തിരി ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ഈ കോർണേഴ്സ് എല്ലാം. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ തന്നെ ഇതിനും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്ത പ്ലാസ്റ്ററിൻ്റെ അളവ് കറക്റ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 കോട്ട് സ്കിം കോട്ട് ചെയ്യാനുള്ള കൃത്യം പ്ലാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സ്കിമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആകെ പെൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ജനലിൻ്റെ ഇന്നർ കോർണേഴ്സ് മാത്രമേ ഉള്ളൂ ഇനിയും സ്കിം ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ജനലിൻ്റെ ആ കോർണേഴ്സ് കുറച്ചേറിയേ ഉള്ളെന്ന് പറഞ്ഞാലും ഒരു 2 മണിക്കൂറിലെ പണിയുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം നല്ല രീതിയിൽ ലെവലായിട്ട്, അല്ലെങ്കിൽ ഈ മൂലകളെല്ലാം വളഞ്ഞിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി എടുക്കാൻ ഒരു 2 മണിക്കൂറിൻ്റെ പണിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ വീക്ക് 5 ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. അത്യാവശ്യം ഈ റൂം ഫുൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ നല്ല സ്മൂത്ത് സർഫസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു 80% ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇനിയും അടുത്ത വീക്കിൽ നമ്മൾ ഇതൊന്ന് സാൻഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ പെയിൻറ്റിങ്ങിൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീക്ക് 6 അത് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.